ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ പോലെ നിരന്തരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സീരിയസ് ആയിട്ട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയല്ല. അവര് ഈ സംസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തന്നെ എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടു കൂടി പരാതി പറയുവാൻ കഴിയുന്ന കൺട്രോൾ റൂം നമ്പർ അല്ലേ 112 അവർ വിളിക്കുന്നു. ആ വിളിക്ക് എന്ത് പരിഹാരമുണ്ടായിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം. 2, അതിനെ തുടർന്ന് SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട് എന്ത് മറുപടി ഉണ്ടായി, എന്ത് തീരുമാനമുണ്ടായി എന്ന് SP പറയണം. ഇന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ജീവിത പങ്കാളിയായ അതിജീവിത ഗാർഹിക പീഡനങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന അതിജീവിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? അവരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി. എങ്ങനെയാണ് കഴിയുന്നത്? നിങ്ങൾ വിചാരിച്ച ഫോൺ ചോർത്താൻ കഴിയുമോ? എത്ര ഗൗരവമുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ അധികാരത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ദുർവിനിയോഗം അല്ലേ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഫോൺ ചോർത്തുവാൻ? ആ ഫോണിലേക്ക് വരുന്ന കോളുകളുടെ ടെക്സ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് അറിയാനുള്ള സംവിധാനം എന്താ? അങ്ങനെയാണോ എല്ലാ മന്ത്രിമാരും പ്രവർത്തിക്കുന്നത്? അറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഇനി മറ്റൊരു ഗൗരവതരമായ വിഷയം അവർ തന്നെ പറയുന്നുണ്ട്, ഈ അതിജീവിത തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ അവർ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്തുണ്ടായത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പറയണം, പോലീസ് സംവിധാനം പറയണം.